പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, നീ എന്നെ മറന്നുപോയോ? നീ എൻ്റെ വേദനകളെ കാണുന്നില്ലേ? നീ എൻ്റെ സങ്കടങ്ങളെ അറിയുന്നില്ലേ എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. നിനക്ക് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുമില്ല അപ്പ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. അങ്ങനെയല്ല കേട്ടോ. വേദപുസ്തകം വായിക്കുമ്പോൾ അനവധി വാഗ്ദത്തങ്ങളെ നമ്മളോടുള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ചില വാഗ്ദത്തങ്ങളെ നിങ്ങളെ ബലപ്പെടുത്തേണ്ടതിനായി ഓർമ്മിപ്പിക്കട്ടെ. 121 സങ്കീർത്തനം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്ന ഇങ്ങനെയാണ്: അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളുടെ അപേക്ഷ കേൾക്കുന്ന ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നമുക്ക് സമാധാനം നൽകുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന എന്താണ്? നമ്മുടെ കണ്ണുനീരിന് തുടച്ച് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മളോടുള്ള വാഗ്ദത്തം എന്തെന്നറിയാമോ? എപ്പോഴും നമ്മോട് കൂടെയിരിക്കുന്ന ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളുടെ ഒരു വലിയ വാഗ്ദത്തത്തെ പിന്നെയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, ഒരിക്കലും അവൻ നമ്മളെ കൈവിടുകയില്ല, അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഒരു വലിയ വാഗ്ദത്തം ദൈവം നമുക്ക് തരുന്നുണ്ട്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ, വലിയ വാഗ്ദത്തങ്ങളെ നമുക്കവിടെയും കാണുവാൻ കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിനകത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ പോരുന്ന ദൈവമാണ്, നിൻ്റെ വഴിയാത്രയിൽ നിന്നെ പരിപാലിക്കാൻ ശക്തിയുള്ള ദൈവമാണ് എന്ന് ആവർത്തന പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ മറന്നിട്ടില്ല കേട്ടോ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല കേട്ടോ. അവൻ നമ്മോട് കൂടെ ഇരുന്ന് തക്ക സമയത്ത് വിടിവിപ്പാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ബലമുള്ള കരക്കീഴിൽ താണിരുന്ന് ദൈവത്തിൻ്റെ നന്മകളെ അനുഭവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.